സിപിഎം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബുവിനെ ലക്ഷ്യമിട്ടായിരുന്നു പി കെ ശശിയുടെ വാക്കുകളെങ്കിൽ ഇ എൻ സുരേഷ് ബാബു ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് അതിനൊന്നും ഞാൻ മുഖവലിക്കെടുക്കുന്നില്ല ശശിനെ. നിങ്ങളോട് ഞാൻ പറയുന്നു, എന്റെ പൊതുജീവിതത്തിൽ ഈ പറഞ്ഞ ആരോപണം തെളിയിക്കുന്ന എന്തെങ്കിലും ഒരു തരി നിങ്ങൾ തെളിയിച്ചാൽ നിങ്ങൾ പറയുന്ന പോലെ ഞാൻ കേൾക്കാം. അതെ അതെ, നിങ്ങള് ഈ പി കെ ശശി എന്ന് പറയുന്ന ഒരാളെ നിങ്ങളാണല്ലോ ഇത്രയും വലിയ ഒരു സംഭവമാക്കി മാറ്റിയത്. അതായത് ശശിന്റെ തീവ്രത അളന്നത് നമ്മുടെ ബാലേട്ടനും ശ്രീമതി ടീച്ചറുമാണെന്നാണല്ലോ നിങ്ങൾ തന്നെ പരസ്യപ്പെടുത്തിയത്. ഇനി വി ഡി സതീശന് മറ്റൊന്ന് അളക്കട്ടെ, കുറെ കാലം വി ഡി സതീശന് ഇയാളുടെ തീവ്രതയൊന്ന് അളക്കട്ടെ എന്ന് മനസ്സിലായില്ലേ? അല്ല, ഞാൻ പറയാ, ഇതുവരെ നിങ്ങൾ അതാണല്ലോ പറഞ്ഞത്, തീവ്രത അളന്നുകൊണ്ടിരിക്കുകയാണ് ഇവർ രണ്ടുപേരും. ഇനി വി ഡി സതീശനെ അളക്കട്ടെ. ഒറ്റപ്പാലത്ത് ശശി സ്ഥാനാർത്ഥിയാകുമെന്നാണ് കേൾക്കുന്നത്. പാർട്ടിക്ക് ഏതെങ്കിലും തരത്തിൽ വെല്ലുവിളി അതുണ്ടാക്കുമോ? ഒറ്റപ്പാലത്ത് CPM-നും ഇടതുപക്ഷത്തിനും സ്ഥാനാർത്ഥിയുണ്ട്. പിന്നെ ഏതെങ്കിലും വഴി കൂടെ പോകണവനൊക്കെ സ്ഥാനാർത്ഥിയാകണതിനൊക്കെ ഞാൻ മറുപടി പറയേണ്ട കാര്യം അല്ല. UDF-ല് വഴി കൂടെ പോണവനും അടുക്കളപ്പണിക്കാരനും ഉൾപ്പെടെ അടുക്കളയിൽ, ഞങ്ങളുടെ നേതാക്കളുടെ അടുക്കളയിൽ പാചകക്കാരനും കൊടപിടിച്ച് നടന്നവനൊക്കെ ഇപ്പോ സ്ഥാനാർത്ഥിയാക്കുന്നു. UDF-ന്റെ ഗതികേടല്ലേ എന്നത്? UDF-ന്റെ ഗതികേടല്ലേ? ഞങ്ങളുടെ പാർട്ടിയുടെ നേതൃത്വത്തിന്റെ അടുക്കളയിൽ പണിയെടുത്തവനും കൊടപിടിച്ചവനും അതുപോലെ പാർട്ടിയുടെ എല്ലാവിധ സ്ഥാനമാനങ്ങളും കാലാകാലമായി അനുഭവിച്ച് അതിന്റെ സുഖം കണ്ട് അതിൽ നിന്ന് പരമാവധി വെട്ടിപ്പ് നടത്തി, സാമ്പത്തിക വെട്ടിപ്പ് നടത്തി, അതിൽ പാർട്ടി നടപടി നേരിട്ടാൽ ആ പാർട്ടി നടപടി നേരിട്ടതിനെ തിരുത്തി ഒരു കമ്മ്യൂണിസ്റ്റ് ബോധത്തോടുകൂടി തിരിച്ചു വരുന്നതിന് പകരം ഞാനിത് തുടരും, എനിക്ക് ഈ പണിയാണ് നല്ലത്, ഏത് ഈ വെട്ടിപ്പും തട്ടിപ്പുമാണ് എന്റെ പണി, ഞാനിത് തുടരും എന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കണവനോടൊക്കെ എന്ത് പറയാനാ? അതാണ് ഞാൻ പറയുന്നത്. നിങ്ങളാണല്ലോ ഇവരെയെല്ലാം, അതായത് CPM-നോടൊപ്പം നിൽക്കുമ്പോ കൊള്ളരുതാത്തത്. ഇനിയിപ്പോ ഈ പറയുന്ന ഇയാള് വലിയ മഹാനാക്കി നിങ്ങൾ മാറ്റുമല്ലോ. നിങ്ങൾ അത് അന്വേഷിക്കുന്നത്. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് അന്വേഷിക്കും. ഇത്രയും പ്രശ്നമുള്ള ശശി കഴിഞ്ഞ ആഴ്ച വരെ LDF സർക്കാർ കൊടുത്ത ആവട്ടെ. അതായത് എല്ലാ കാലത്തും ഞങ്ങളുടെ പാർട്ടിയിൽ പല ഘട്ടങ്ങളിലായി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പല വീഴ്ചകളും പോരായ്മകളും വരുന്നുണ്ട്, പലവർക്കും വരാറുണ്ട്. അപ്പൊ അതിലെല്ലാം ഞങ്ങൾ അതാത് വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നടപടികൾ സ്വീകരിക്കും. ആ നടപടികൾ തിരുത്താനാണ്, ഒരാളെ തിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നടപടി. അതെ, ഞാൻ പറഞ്ഞു തീർത്തോട്ടെ. തിരുത്താനാണ്. അങ്ങനെ തിരുത്തി വരുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ശശിനിയും കണ്ടത്. ആ രൂപത്തിലാണ് ശശിനിയും കണ്ടത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ പറയുന്ന ശശിനിയും ആ രൂപത്തിലാണ് കണ്ടത്. പക്ഷേ ഒരാൾ നശിക്കാൻ തീരുമാനിച്ചാൽ, സ്വയം നശിക്കാൻ തീരുമാനിച്ചാൽ നമ്മൾ തിരുത്തിയാൽ തീരുവോ? ഒരാൾ സ്വയം നശിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ നമ്മൾ മറ്റേ തിരുത്തില്ലല്ലോ. അതാണ് ശശിന്റെ ഇപ്പോഴത്തെ പതനം. ആയിക്കോട്ടെ, വെല്ലുവിളി. അതായത് തൊഴിലാളികളുടെ മറ്റേ ചെത്തു തൊഴിലാളികളുടെ ആനുകൂല്യം ചർച്ച ചെയ്ത് കോൺട്രാക്ടർമാരിൽ നിന്നും രജിസ്റ്റർ ചെയ്ത് ഭാഗ്യം ഭൂമി ഭാഷയിൽ തന്നെ പി കെ ശശിക്ക് മറുപടി പറയുകയാണ് പാലക്കാട് CPM ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു. CPM വിമതവേദിയിലെത്തിയ പി കെ ശശിയെ CPM പുറത്താക്കിയിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ വാർത്ത കൂടി വരികയാണ്. വിമതവേദിയിലെത്തിയതിന് പിന്നാലെയാണ് പി കെ ശശിയെ CPM പുറത്താക്കിയിരിക്കുന്നത്. വലിയ കടുത്ത ഭാഷയിൽ തന്നെ ഇ എൻ സുരേഷ് ബാബു പി കെ ശശിക്കെതിരെ രംഗത്ത് വരുന്നത് കൂടി നമ്മൾ കേട്ടു. CPM നേതാക്കളുടെ അടുക്കളപ്പണി എടുത്തവർ എവിടെ സ്ഥാനാർത്ഥിയായാൽ എന്താണ് എന്ന കാര്യമാണ് പി കെ ശശിയെ ഉദ്ദേശിച്ച് ഇ എൻ സുരേഷ് ബാബു ചോദിക്കുന്നത്. മാത്രവുമല്ല, വി ഡി സതീശനോട് തീവ്രത അളർന്നു എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിയവരാണല്ലോ, അവർ തീവ്രത അളക്കട്ടെ ഇനി എന്ന കാര്യം കൂടി പി കെ ശശിയുമായി ബന്ധപ്പെട്ട് ഇ എൻ സുരേഷ് ബാബു പറയുന്നു. എന്തായാലും വിമതവേദിയിൽ ഇ എൻ സുരേഷ് ബാബുവിനെ ലക്ഷ്യമിട്ടാണ് പി കെ ശശി ഇന്ന് സംസാരിച്ചത്. ഇത് വിമതവേദി അല്ല എന്ന് പറഞ്ഞുകൊണ്ട്, ഇത് വിപ്ലവ വേദിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പി കെ ശശി സംസാരിച്ചു തുടങ്ങിയത്. അതിന് പിന്നാലെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ സ്പിരിറ്റ് കടത്ത് കേസിലെ പ്രതികളാണ് എന്ന വലിയ ആരോപണങ്ങൾ പി കെ ശശി ഉയർത്തിയിരുന്നു. അതിന് മറുപടി പറയുകയായിരുന്നു ഇ എൻ സുരേഷ് ബാബു.
ഇപ്പോൾ നമുക്ക് പി കെ ശശിയെ പുറത്താക്കിക്കൊണ്ടുള്ള തീരുമാനം കൂടി CPM നിന്ന് വരുമ്പോൾ EN സുരേഷ് ബാബുവിന്റെ വാക്കുകൾ ഒരിക്കൽ കൂടി കേൾക്കാം. അത് ഞാൻ പറഞ്ഞ കാര്യം ആദ്യം ഒന്ന് അയാൾ വെല്ലുവിളിച്ച് വിളിച്ചത് ഞാൻ നിങ്ങൾ പത്രക്കാരെ ഏൽപ്പിക്കുന്നു. നിങ്ങൾ എന്റെ പ്രദേശത്തേക്ക് വരും. നിങ്ങളുടെ മറ്റേ മാധ്യമങ്ങൾ പാലക്കാട് ജില്ലയിലുണ്ടാവും. ഇന്നല്ലേ പറയൂ. അല്ലെങ്കിൽ നിങ്ങളുടെ പത്രപ്രവർത്തകർക്ക് എന്നെ കുറിച്ച് നന്നായിട്ട് അറിയണവരുണ്ട്. എന്റെ വീട്ടിൽ വന്നവരുണ്ട്. അതായത് ചില ആ ബൈ ഇലക്ഷൻ സമയത്തൊക്കെ ബൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അന്വേഷിക്കൂ. എങ്ങനെ ഈ കൺവെൻഷനില് എല്ലാ CPMന്റെ ആളുകളാണോ നിങ്ങൾ പോയി എന്ന് വിചാരിച്ച്? ഞങ്ങൾ പല ഘട്ടങ്ങളിലായി നടപടി സ്വീകരിച്ചത് മനസ്സിലായില്ലേ? പല ഘട്ടങ്ങളിലായി അഴിമതിയുടെ പേരിൽ ചില വനിതകളുമായി ബന്ധപ്പെട്ട കേസിലൊക്കെ നടപടി സ്വീകരിച്ചവരാ ആ കൺവെൻഷനിൽ. പിന്നെ കുറേ പാവപ്പെട്ട ആളുകൾ വന്നതൊക്കെയുണ്ട്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ലീഗിന്റെയും കോൺഗ്രസിന്റെയും നല്ല സംഭാവന കൺവെൻഷനുണ്ട്. അവർ വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്. അലനല്ലൂരിൽ നിന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട്, കോട്ടോപ്പാടത്ത് നിന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട്, കല്ലടിക്കോട് നിന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട്, കൊഴിഞ്ഞാമ്പാറയിൽ നിന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട്. കൊഴിഞ്ഞാമ്പാറയിൽ നിന്ന് ഇപ്പോൾ ഒരു 3-4 അതിലെ ഒരാൾക്ക് വേണ്ടിയിട്ടാണല്ലോ അവിടെ വിമത ശബ്ദം ഉയർത്തിയത്. അയാൾ തന്നെ ഞങ്ങളുടെ കൂടെ വന്നു. അതായത് അയാളിനെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആക്കിയില്ല എന്ന് പറഞ്ഞിട്ടാണ് വിമത ശബ്ദം ഉയർത്തിയത്. ആ വിമത ശബ്ദം ഉയർത്തിയത് ആള് അതിലെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആക്കിയില്ല എന്ന് പറഞ്ഞു കൊണ്ടുപോയ അയാൾ തന്നെ ഞങ്ങളുടെ കൂടെ വന്നല്ലോ. അയാൾ പ്രധാനപ്പെട്ട നിങ്ങൾ ഇതുവരെ പത്രക്കാർ അയാളെ കണ്ടിട്ടില്ലല്ലോ. അതിലൊന്ന് കാണാൻ പറയും. കാര്യം EN സുരേഷ് ബാബുവിനെ ഈ കാണുന്ന തരത്തിലുള്ള സുരേഷ് ബാബു ആക്കിയത് ശശിയാണ്. ശശി ചിറ്റൂരിൽ പോയി ഒരു വിശ്വനാഥൻ മുന്തോക്കറിനെ ഒരു സഖാവിന്റെ അവിടെ പോയി ഈ പ്രദേശത്ത് നിന്ന് നമുക്ക് ഒരു പാർട്ടിയുടെ വളർത്തിക്കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സഖാവ് വേണമെന്ന് പറഞ്ഞപ്പോൾ അന്ന് താങ്കളുടെ പേരും പറഞ്ഞു. പക്ഷേ ഇപ്പം ആളത്ര ശരിയല്ല, പക്ഷെ പാർട്ടി നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവന്നാൽ ശരിയായിക്കോളും എന്ന് പറഞ്ഞിട്ടാണ് താങ്കളെ ശശി കൈപിടിച്ച് പാർട്ടിയുടെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവന്നതെന്നാണ് അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞത്. മാർക്സിയൻ ദർശനം എഴുതിയത് PK ശശിയാണ് പറയും കേട്ടോ. മനസ്സിലായില്ലേ? മാർക്സിയൻ ദർശനം എഴുതിയത് 1848 PK ശശിയാണെന്ന് പറയാൻ മടിയില്ലാത്തൊരുത്തനാണ് ശശി. ഇവന്റെയൊക്കെ വാക്കുകൾക്ക് എന്ത് വിലയാണ്. ഞാൻ പറയണത് നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നത് എനിക്കറിയാലോ. ഇതല്ലേ ഞാൻ അപ്പോഴും ഉത്തരം പറഞ്ഞത്. ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മളൊരു തെറ്റിന്റെ ഭാഗമായി പോകുന്നു. ഒന്ന് തിരുത്തി വാ. ഞാൻ പറഞ്ഞോട്ടെ. ആ അന്വേഷണത്തിന് മുകളിലാണ് നടപടി. ബ്രാഞ്ചിലേക്ക് നടത്തിയതിന്റെ ഒരു ഭാഗം മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഒരു ഭാഗം, ആദ്യത്തെ ഒരു ഭാഗം കേട്ടോ. അതിന്റെ ഒരു നടപടിയായി ഈ ബ്രാഞ്ച്. അതിലെ ഒരു ഭാഗം. ബാക്കി ഞാൻ പിന്നെ പറയാം.